നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചതിക്ക് തിരിച്ചടി യൂണിവേഴ്സ് നൽകിയിരിക്കുന്നവർക്ക് എന്നുള്ളതാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് തന്നെ ഇത് ടവറാണ്. അതായത് നിങ്ങളെ ചതിച്ച് പോയിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേദന നിങ്ങൾക്ക് നൽകി നിങ്ങളിൽ നിന്നിട്ട് പോയിട്ടുള്ള ആ വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ, നിങ്ങളുടെ വേദനകൾ കാണാതെ, നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ട് പോകാൻ കഴിയും എന്ന് ചിന്തിച്ച ആ വ്യക്തി ഇപ്പോൾ വലിയ തകർച്ചയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ടവർ എനർജിയാണ്. അതായത് അവർ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവർ നിലം പതിച്ചിരിക്കുന്നു, അവർ തകർന്ന് അടിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ടവർ എന്ന് പറയുന്ന കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവരുടെ ജീവിതത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ, നിങ്ങളെ പരിഗണിക്കാതെ, അവർ നിങ്ങളുടെ വേദനകളെ പോലും അവഗണിച്ച് തൃണവൽക്കരിച്ച് പോയിട്ടുള്ള ആ വ്യക്തി ഇപ്പോൾ അതേ അവസ്ഥയിലൂടെ ആ വ്യക്തി ആരിലേക്കാണോ ചെന്ന് കയറിയിട്ടുള്ളത്, അവരിപ്പോൾ ആ വ്യക്തിയെ തിരസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവഗണന, ആ വ്യക്തി ഇപ്പോൾ കൃത്യമായിട്ട് അവഗണനയുടെ വേദനകൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ചെയ്തിരുന്ന മാനിപ്പുലേഷൻസ്, മജിഷ്യൻ പറയുന്നത്, അവർ വളരെയധികം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ്, വളരെയധികം അവരെ കുറിച്ചിട്ടുള്ള സത്യങ്ങളൊന്നും അവർ പോയിട്ടുള്ള വ്യക്തിയായാലും മറ്റുള്ളവരോടായാലും നിങ്ങളെക്കുറിച്ചായാലും പറഞ്ഞു നടന്നിരുന്നതെല്ലാം കള്ളങ്ങളായിരുന്നു. ആ കള്ളങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ സന്തോഷങ്ങളെ ഹനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, അത് സന്തോഷകരമായൊരു ഫാമിലിയുടെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നന്മ, അത് ആ വ്യക്തിയുടെ മാനിപ്പുലേഷൻ മൈൻഡ്, അതായത് നിങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പരത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അവർ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നുണകളെല്ലാം അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ, സന്തോഷകരമായ ആ ജീവിതത്തിൽ അതിനെ വെട്ടിമുറിക്കപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു, അവർക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിൽ ഉണ്ടായിരുന്ന ആ അധികാരം മനോഭാവമൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ വളരെ വലിയ അധികാരവും ഒരു പവറൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുകയും മറ്റുള്ളവർ മുന്നിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്തിരുന്ന ആ വ്യക്തി ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് വേദനയോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ചെന്ന് കയറിയ അവിടെ ഒരു വാല്യൂ ലഭിക്കാതെ, സമൂഹത്തിലൊരു വാല്യൂ ലഭിക്കാതെ ആ വ്യക്തി ഇപ്പോൾ ഒരു നിസാരനായിട്ട് മാറിയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സഹകരണം ഉണ്ടായിരുന്നു. അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് വളരെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ഈ വ്യക്തിയെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സഹകരണം നൽകാതെ മാറി നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ എന്തൊക്കെ കാര്യങ്ങൾ പുതിയത് തുടങ്ങാൻ ആഗ്രഹിച്ചാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അവർക്ക് പുതിയ കാര്യങ്ങളിലേക്കൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, അവരെത്ര ബുദ്ധിപരമായിട്ടും ചിന്തിച്ച് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിച്ചാലും അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ കൊടുക്കുന്നതിന് തിരിച്ച് അവർക്കൊന്നും ലഭിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കൊടുക്കുമ്പോൾ അത് തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, ഒരു സ്നേഹമായാലും പണമായാലും അവർ മറ്റുള്ളവർക്ക് നൽകിയാലും അതൊന്നും അവർക്ക് തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തുള്ള സമയത്ത് നിങ്ങൾക്ക് തരാതിരുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ നിന്നിട്ട് സ്നേഹവും പരിഗണനയൊക്കെ നേടിയെടുത്തിട്ട് നിങ്ങൾക്ക് തരാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നിട്ട് കിട്ടിയിരുന്നതിനെ വാല്യൂ കാണാത്ത ആ വ്യക്തി കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വാല്യൂ കാണാത്ത ആളുകളാണ് ആ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഉപേക്ഷിച്ച് പോയി ചെന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ്. ആ വ്യക്തി ഇപ്പോൾ വളരെയധികം വേദനിക്കുന്നുണ്ട്. പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളോട് ചെയ്തു പോയതിന് വളരെയധികം വേദനയോടെയാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ഇപ്പോൾ വളരെയധികം നിരാശയോടെയാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നിരാശയുണ്ട് ജീവിതത്തിൽ. പക്ഷെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ, നിങ്ങളോട് ഒരു സോറി പറയാൻ പോലും, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയതിന് ഒരു മാപ്പ് പറഞ്ഞിട്ട് ഇതാക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത വിധം നിങ്ങളിൽ നിന്നിട്ട് അകന്നു പോയ ഒരു വ്യക്തിയാണ്. നിങ്ങളെ വളരെയധികം ചീറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും വേദന നൽകിയിട്ട് പോയ ആ വ്യക്തി ഇപ്പോൾ വളരെയധികം വേദനിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെത്രയും അവരെ സ്നേഹിച്ചിരുന്നു, അവരെ പരിപാലിച്ചിരുന്നു
എന്നുള്ള ആ ഒരു കാര്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് വളരെയധികം വേദനയോടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് വളരെയധികം വേദനയോടെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിനോ ഒന്നും സാധിക്കാത്ത വിധം നിങ്ങളിൽ നിന്നിട്ട് പൂർണ്ണമായി അകന്നു പോയി എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദന തന്ന ആ വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ ലൈഫിൽ ആ വ്യക്തി ഒന്നും ലഭിക്കാത്ത, എന്ത് ചെയ്താലും അതിന് ഫലം ലഭിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എത്രത്തോളം കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആർക്ക് എന്തൊക്കെ സ്നേഹം നൽകി അല്ലെങ്കിൽ സഹായങ്ങൾ നൽകി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ തിരിച്ച് ആ വ്യക്തിക്ക് ഒന്നും ലഭിക്കുന്നില്ല. ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ടും ഒരു അഭിവൃദ്ധിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എപ്പോഴും ഒരു വാക്ക് തർക്കങ്ങൾ, മറ്റുള്ളവരിൽ നിന്നിട്ടൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ, അതായത് കോൺഫ്ലിക്റ്റ് എപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് സ്നേഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾ അവരുമായിട്ട് അകലുകയും അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോൾ ആ വ്യക്തി എത്ര തിന്മയാണ് ചെയ്തെന്നുള്ള രീതിയിലുള്ള ഇതിൽ ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തി തെറ്റ് ചെയ്തപ്പോൾ അവരുടെ കൂടെ നിന്നിരുന്ന വ്യക്തികൾ പോലും അവരോട് കയർത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ ദേഷ്യത്തിൽ അവർ ചെയ്ത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കുന്നു. അവരെ അവഗണിച്ചിട്ട് അവരുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ആ വ്യക്തിയെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയോടൊപ്പം നിന്ന് ആ വ്യക്തിക്ക് സകല സപ്പോർട്ടും ചെയ്തിരുന്ന വ്യക്തികൾ പോലും ആ വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ ശരിക്കും നല്ല വേദന, ആ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വേദനയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് ചെയ്ത ചതിക്ക് തിരിച്ച് ആ വ്യക്തിക്ക് കൊടുക്കുന്ന മറുപടിയാണത്. ആ വ്യക്തിയുടെ ഈ തകർച്ചയ്ക്ക് കാരണം ആ വ്യക്തിയുടെ കർമ്മ ആണെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയൊക്കെ ആ വ്യക്തി വേദനിപ്പിച്ചോ, നിങ്ങളുടെ എന്തൊക്കെ ദ്രോഹങ്ങൾ ആ വ്യക്തി ചെയ്തു, നിങ്ങളെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ വ്യക്തി ചെന്നെത്തപ്പെട്ട സ്ഥലം ഒട്ടും ആ വ്യക്തിക്ക് സന്തോഷം നൽകാത്ത, വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് പോയ ആ വ്യക്തി നിങ്ങളെ പറ്റിയിട്ടൊക്കെ കുറേ മറ്റുള്ളവരോടൊക്കെ ആ വ്യക്തി ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുണ്ടാക്കിയതെല്ലാം ആ വ്യക്തിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് ആ വ്യക്തിക്ക് തന്നെ തിരിച്ചടിയായി വന്നിട്ട് ആ വ്യക്തിയുടെ എല്ലാ സന്തോഷങ്ങളും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട്. ആ വ്യക്തി ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വഴിയിലൂടെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും, ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ വേദനകളും ആ വ്യക്തി ഇനി അനുഭവിക്കാൻ പോകുന്നു. ആ കർമ്മഫലം യൂണിവേഴ്സ് ആ വ്യക്തിക്ക് നൽകാനായിട്ട് ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച അതേ വേദന, അതിനേക്കാൾ കൂടുതൽ വേദന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് യൂണിവേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അതാണ്. യൂണിവേഴ്സ് അവർക്കുള്ള ശിക്ഷ ഇപ്പോൾ കൃത്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചതിച്ച വ്യക്തി ഇപ്പോൾ അതിനേക്കാൾ വലിയ ചതിയും വേദനയും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ റീഡിങ്സിൽ നിന്ന് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. പിന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് അതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിൽ ചിന്തിക്കുകയും യൂണിവേഴ്സിനോട് പറയുകയൊന്നും വേണ്ട. യൂണിവേഴ്സ് കൃത്യസമയത്ത് അവർക്കുള്ളത് കർമ്മഫലം അവർക്ക് നൽകിയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക. നമ്മളെ ചതിച്ചും വഞ്ചിച്ചും പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെ കുറിച്ചിട്ട് പിന്നെ ചിന്തിക്കാതെ, അവരിലേക്ക് പോകാതെ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മൾ ഈ പ്രസൻറ്റിൽ സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ബഹുമാനിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ അനുഭവിച്ചു പോയ വേദനകളെയൊക്കെ ഫോർഗീവ് ചെയ്യുക, മറന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഈ പ്രസൻറ്റിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം ലഭിക്കുന്നതായിരിക്കും.
അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ചിട്ടോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടോ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് ചിന്തിച്ചു പോവുക. യൂണിവേഴ്സ് എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവരെയും യൂണിവേഴ്സിനറിയാം. അവരുടെ കർമ്മഫലം തീർച്ചയായിട്ടും യൂണിവേഴ്സ് അവർക്ക് കൃത്യമായിട്ട് നൽകിയിരിക്കും. ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.